മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. Letter to Romans chapter 12 verse 19. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കാരണം കൂടാതെ അനീതി സഹിക്കേണ്ടി വരുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാം. ശാന്തമായി ജീവിക്കുന്നവരെ ഒരു കാരണവും കൂടാതെ ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൽ രസിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ പിടിയിൽ അമർന്നു പോയാൽ നമ്മളും ദുരിതത്തിലിടവയാവും. വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും എല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇത് സഹിച്ചു ജീവിക്കുമ്പോൾ പ്രതികാരം ചെയ്യുവാൻ നമുക്ക് ചിലപ്പോൾ പ്രേരണയുണ്ടാവും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. ഇടപെട്ട് പ്രവർത്തിക്കുവാനുള്ളതൊക്കെ സമയം കാത്തിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ കടന്ന് നാം പ്രവർത്തിക്കാൻ ഒരുമ്പെട്ടാൽ ദൈവം നമ്മളെ കൈവെടിയും. സൗൾ രാജാവിന്റെ പിടിയിൽപ്പെട്ട ദാവീദും ആഹാബിന്റെ അധികാരത്തിന് കീഴിൽ ജീവിച്ച ഏലിയാവും ഹാമാന്റെ ചതിയിൽ കുരുങ്ങിയ മൊർദെഖായും വളരെ മനപ്രയാസം അനുഭവിച്ചു. ഇവരെല്ലാവരുടെയും കാര്യത്തിൽ ദൈവം ഇടപെട്ട് പ്രവർത്തിച്ചു. നാബോത്തിനെ ചതിവിൽ കൊലപ്പെടുത്തിയ ഇസബേൽ സ്വന്തം ദാസന്മാരുടെ കൈകളാൽ തന്നെ മാളികയിൽ നിന്ന് താഴെ തള്ളിയിടപ്പെട്ടു. അവരുടെ ജഡം നായ്ക്കൾ തിന്നു. ജോസഫിനെ ഈജിപ്തിലേക്ക് വിറ്റ സഹോദരന്മാർ ചില വർഷങ്ങൾക്ക് ശേഷം ജോസഫിന്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുവാനിടയായി. പ്രതികാരത്തിന്റെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. പ്രതികാരം നമ്മുടെ ചുമതലയല്ല, ദൈവത്തിന്റെ ചുമതലയാണ്. തന്റെ ഭക്തന്മാരുടെ നേർക്കുണ്ടാകുന്ന അനീതിയെയും അക്രമത്തെയും താൻ അവഗണിക്കുകയില്ല. സ്നേഹിത, ഒരുപക്ഷെ നീ അനീതി സഹിച്ചു മടുത്ത് മനസ്സ് തകർന്നിരിക്കുകയായിരിക്കും. പ്രതികാരത്തിന് ഒരുങ്ങരുത്. കാലം വൈകിയാലും ദൈവം സകലത്തെയും നേരെയാക്കും. ദൈവത്തിന്റെ പ്രത്യേക അവകാശമാണ് പ്രതികാരം. അതിലൊരിക്കലും മനുഷ്യൻ കൈവയ്ക്കരുത്. നമ്മൾ ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. ദൈവത്തിന്റെ കൃപയിൽ വിടുക. അതാണ് അനുഗ്രഹീതമാവുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.